ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സുബ്രഹ്മണ്യായ നമഃ. ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമഃ. എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മെയ് മാസത്തിൽ 12 രാശിക്കാർക്കും എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം. ഇപ്പോൾ മേടക്കൂർ, അശ്വതി, ഭരണി, കാർത്തികകാല് ഈ 3 നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ ഉള്ളത്. ഇവർക്ക് ഇപ്പോൾ സൂര്യൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ഉദര സംബന്ധമായ രോഗങ്ങൾ വരാം, നേത്രരോഗം, ഉഷ്ണസംബന്ധമായ ക്ലേശങ്ങൾ, അങ്ങനെ ധനക്ലേശം, പിന്നെ ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവന് ധാര, കൂളമാല ഇതൊക്കെ വഴിപാട് ചെയ്യുക. എന്നിട്ട് ഓം നമഃശിവായ ജപിക്കുക. അപ്പോൾ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. ഞായറാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നല്ലത് തന്നെയാണ്. പിന്നെ കുജൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. അമിതമായിട്ടുള്ള ധനച്ചെലവ്, മനക്ലേശം, നേത്ര സംബന്ധമായ രോഗങ്ങൾ, ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, ദൂരയാത്ര തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക. ഒരു കടും പായസമോ ഒരു മാല ചാർത്തലോ രക്തപുഷ്പാഞ്ജലിയോ നമുക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക. പിന്നെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ്, മനക്ലേശം തരുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുക, ദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ വ്യാഴം 2ാം ഭാവത്തിലാണ്. അത് ഗോചരാൽ വളരെ അനുകൂലമായ ഒരു ഭാവമാണ് 2ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വ്യാഴന് വേദം ഭവിക്കുന്നത് കൊണ്ട്, വേദദോഷം ഉണ്ടാകുന്നത് കൊണ്ട് വിപരീതനാകുന്നതാണ്, നേരെ വിപരീതനാകുന്നു. അപ്പോൾ അധികമായിട്ടുള്ള ചെലവ്, ദൂരയാത്ര, ഈശ്വരാധീനക്കുറവ് തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നും, അതുപോലെ സഹസ്രനാമാർച്ചന, പുഷ്പാഞ്ജലി, വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത് നല്ലതാണ്. ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. വ്യാഴാഴ്ച ദിവസം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്നാൽ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, സുഖപ്രാപ്തി, ശത്രുനാശം, തുടർച്ചയായിട്ടുള്ള ധനലാഭം, വസ്ത്രാഭരണങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യത, ലോക ബഹുമാനം, എല്ലാവിധമായ സുഖപ്രാപ്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി വളരെ അനുകൂലനായിട്ട് സഞ്ചരിക്കുന്നു. ധനലാഭം, ലോക ബഹുമാനം, സ്ഥാനമാന ലാഭം, രോഗശമനം, ഭാര്യ പുത്രാദികളുമായി സന്തോഷപ്രദമായ ഒരു ജീവിതം ഇതൊക്കെ തരുന്നതാണ്. എന്നാൽ രാഹു ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുന്നത്. അധികമായിട്ടുള്ള ചെലവ് വരുത്തുക, അപ്പോൾ ക്ലേശങ്ങൾ, മനക്ലേശം വരും. അപ്പോൾ ശിവക്ഷേത്രത്തിൽ യഥാശക്തി പൂജ ചെയ്യുക. അതുപോലെ സർപ്പ പൂജ ചെയ്യുന്നതും നല്ലതാണ്. കേതു വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഒരു ദോഷവും ചെയ്യുന്നില്ല, അനുഗ്രഹം തരുന്നതാണ്. ഈ മാസം പൊതുവെ അത്ര അനുകൂലമല്ലാതെ ആണ് ഗ്രഹങ്ങളൊക്കെ സഞ്ചരിക്കുന്നത്. ശുക്രനും ശനിയും കേതുവും മാത്രമാണ് അനുകൂലരായിട്ട് സഞ്ചരിക്കുന്നത്. പൊതുവെ ദോഷം ചെയ്യുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയെന്നറിഞ്ഞിട്ട് ദോഷ പരിഹാരം യഥാവിധി ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ആ ദിവസങ്ങളിൽ യാത്രയും ധനപരമായിട്ടുള്ള ഇടപാടുകളുമൊക്കെ ചെയ്യാതിരിക്കുന്നത്, മാറ്റിവെക്കാവുന്ന രീതിയിൽ അത് നല്ലതാണ്. കഴിവതും ഒഴിവാക്കാവുന്ന രീതിയിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുക. അപ്പോൾ പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷങ്ങൾക്കാണ് കൂടുതൽ സാധ്യത കാണുന്നത്. ഇനി ഇടവക്കൂറ്, കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരം പകുതി ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. ഇവർക്ക് മാസം മുഴുവനും സൂര്യൻ ദോഷപ്രദനായിട്ടാണ് തന്നെ സഞ്ചരിക്കുന്നത്. തടസ്സങ്ങൾ, ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം, കലഹങ്ങൾ,
ധനനഷ്ടം, ഉദര സംബന്ധമായ രോഗങ്ങളെ, ദൂരയാത്ര, യാത്രാക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. ദോഷം കുറഞ്ഞു കിട്ടും. ഞായറാഴ്ച ദിവസം യാത്രകളും മറ്റും അവോയ്ഡ് ചെയ്യാവുന്നവരിൽ നല്ലതാണത്. പിന്നെ കുജൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധാന്യ വസ്ത്രാദിലാഭം, സർവകാര്യ വിജയം, ഭൂമി ലഭിക്കുന്നതിനൊക്കെ ഒരു തുടക്കം കുറിക്കുക, സന്തോഷം പൊതുവെ തരിക, ആരോഗ്യമൊക്കെ വളരെ അനുകൂലനായിരിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. സർവകാര്യ വിജയം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായി വരുന്നതാണ്. പിന്നെ 10-ാം തീയതി വരെ ബുധൻ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനനേട്ടം, ബന്ധുക്കൾ മൂലം നേട്ടം, സുഖം, പ്രശംസ തുടങ്ങിയ വളരെ നല്ല നേട്ടങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. എന്നാൽ 10-ാം തീയതി മുതൽ ബുധൻ വിപരീതനായിട്ടാണ് സഞ്ചരിക്കുന്നത്. തടസ്സങ്ങൾ സൃഷ്ടിക്കാം, അതിപ്പോൾ അധിക ചെലവ് വരുത്താം. അപ്പോൾ ബുധനാഴ്ച ദിവസം ഒന്ന് ശ്രദ്ധിക്കുക 10-ാം തീയതി ശേഷം. കൂടാതെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ്. എന്നും അത് ജപിച്ചുള്ള കാലത്തോ വൈകിട്ടോ, അപ്പം ദോഷങ്ങൾ കുറയും. പിന്നെ വ്യാഴം ജന്മരാശിയിലാണ്. ഇത് അത്ര അല്ലാത്ത ഒരു അവസ്ഥയാണ്. ജോലി സംബന്ധമായിട്ടുള്ള ചില ക്ലേശങ്ങളോ മാറ്റങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ചില അപമാനമൊക്കെ സഹിക്കേണ്ടി വരുന്നതിനും സാധ്യതയുണ്ട്. മനക്ലേശം ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾക്ക് സാധ്യത കാണുന്നു. അപ്പോൾ അടുത്ത മാർച്ചിനുള്ളിൽ ജോലി മാറുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതുപോലെ തന്നെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമാർച്ചന ചെയ്യുന്നതും നല്ലതാണ്. ദോഷങ്ങൾ കുറയും. എന്നാൽ ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലം വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതാണ്. അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ്. അതുപോലെ വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായ തുടക്കം കുറിക്കും. സന്താന ഭാഗ്യമില്ലാതിരുന്നവർക്ക് സന്താന ഭാഗ്യത്തിന് തുടക്കം കുറിക്കുക. സന്താനങ്ങളുടെ ജോലി, വിവാഹം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയും അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ്. പിന്നെ ശുക്രൻ 19-ാം തീയതി വരെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കാം. എങ്കിലും അതിനുശേഷം വളരെ അനുകൂലനാണ്. ധനലാഭം, ശത്രുനാശം, എല്ലാവിധമായ സുഖപ്രാപ്തി തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി കണ്ടകശനിയായി തുടരുന്നു. തൊഴിലുകളിലൊക്കെ ക്ലേശങ്ങളോ മനക്ലേശമോ ഹെൽത്ത് സംബന്ധമായ ക്ലേശങ്ങളെ, പ്രത്യേകിച്ച് ഹാർട്ട് സംബന്ധമായ അസുഖമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ രാഹു വളരെ അനുകൂലനാണ്. എന്നാൽ കേതു മനക്ലേശം, ധനനഷ്ടം ഒക്കെ വരുത്തുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ ഗണപതി പ്രീതി വരുത്തുന്നത് നല്ലതാണ്. കേതു ദോഷം കുറഞ്ഞു കിട്ടും. ഇനി മിഥുനക്കൂറ്, മകയിരം പകുതി, തിരുവാതിര, പുണർതം മുക്കാല്, ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നാണ് മിഥുനക്കൂറ്. ഇവർക്ക് 14-ാം തീയതി വരെ സൂര്യൻ വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, പുതിയ സ്ഥാനമാനങ്ങളെ, അഭിമാനം ലഭിക്കുക, ആരോഗ്യം അനുകൂലമാവുക, ജോലിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായി വരിക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പക്ഷേ 15-ാം തീയതി മുതലങ്ങോട്ട് സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. അധികമായിട്ടുള്ള ചെലവ്, ബന്ധുമിത്രാദി വിയോഗം, ധനക്ലേശം, സ്നേഹിതരുമായിട്ടൊക്കെ കലഹിക്കേണ്ടി വരിക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ 15-ാം തീയതി മുതലെന്നും ഓം നമഃശിവായ ജപിക്കുക. കാലത്തും വൈകിട്ടും 108 പ്രാവശ്യം വീതം. പിന്നെ ശിവക്ഷേത്രത്തിൽ ധാര, ഗോളമാല തുടങ്ങിയ വഴിപാടുകൾ ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നതും നല്ലതാണ്. ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ കുജൻ അത്ര അനുകൂലനല്ലാതെ ആണ് സഞ്ചരിക്കുന്നത്. രോഗങ്ങളെ ഒക്കെ നന്നായിട്ട് ക്ലേശിപ്പിക്കാം. സർവ കാര്യത്തിൽ ഒരു പരാജയം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ദൂരയാത്ര ചെയ്യുക. നീതിന്യായ കാര്യങ്ങളിലൊക്കെ, കേസ് വഴക്കുകളിലൊക്കെ ചില തടസ്സങ്ങളോ വിപരീതമായിട്ട് വരുന്നതിനോ തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഭദ്രകാളി ക്ഷേത്രത്തിലെ
കടും പായസ അല്ലെങ്കിൽ കുങ്കുമാർച്ചന, മാല, നെയ്വിളക്ക്, രക്തപുഷ്പാഞ്ജലി ഇതിലേതെങ്കിലും ഒരു വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ ദോഷങ്ങൾ മാറും. കേസുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് ചൊവ്വാഴ്ച ദിവസം ഒഴിവാക്കുന്നത് നല്ലതാണ്. പറ്റുന്ന വെച്ചാൽ ഒരു മാസം കൂടെ മുന്നോട്ട് നീക്കിയെടുക്കാവുന്ന രീതിയിൽ അത് നല്ലതാണ്. പിന്നെ ബുധൻ മാസം മുഴുവനും അനുകൂലനായി തന്നെ സഞ്ചരിക്കുന്നു. പുതിയ സ്ഥാനമാന ലാഭം, ശത്രുനാശം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതിന് സാധ്യത കാണുന്നു. എന്നാൽ ചില അപവാദങ്ങൾ കേൾക്കുന്നതിനും സാധ്യതയുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വ്യാഴം അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. നല്ല കാര്യങ്ങൾക്കായിട്ടാണ് എങ്കിലും അധികമായിട്ടുള്ള ധനച്ചെലവുണ്ടാകാം, വീട് വിട്ടുപോകേണ്ടി വരാം. അതുപോലെ വസ്തു സംബന്ധമായ ചില തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ധനക്ലേശം, ചില കേസ് വഴക്കുകളും മറ്റും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ്, ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. സഹസ്രനാമ അർച്ചന വിഷ്ണു ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. പിന്നെ ശുക്രൻ 19-ാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, പ്രതാപം, കാര്യവിജയം, എല്ലാവിധമായ സുഖപ്രാപ്തി തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ 19-ാം തീയതി മുതൽ അത്ര അനുകൂലനല്ലാതെയാണ്, പല തടസ്സങ്ങളും വരുത്തുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ 19-ാം തീയതി മുതൽ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ദേവി പ്രീതി വരുത്തുക, ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക, ദോഷങ്ങൾ കുറയും. പ്രത്യേകിച്ച് ലക്ഷ്മി ദേവി ക്ഷേത്രത്തിൽ പറ്റുന്ന രീതിയിൽ ചെയ്യുക. പിന്നെ ശനി അനുകൂലൻ അല്ലാതെയാണ്. ധനഹാനി, നല്ല കാര്യങ്ങൾക്കൊക്കെ ചില തടസ്സം വരിക, പിതാവ് മൂലമോ പിതൃബന്ധുക്കൾ മൂലമോ ഒക്കെ ഒരു മനക്ലേശത്തിന് സാധ്യത കാണുന്നു. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം വഴിപാട് നടത്തുക, ദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ രാഹു കേതുക്കളെ അത്ര അനുകൂലരല്ലാതെയാണ്. മനഃശാന്തി, മനക്ലേശത്തിന് സാധ്യതയുണ്ട്, ശത്രുത്വത്തിനും സാധ്യതയുണ്ട്, ശത്രുക്കളെ ക്ലേശിപ്പിക്കാം. അപ്പോൾ ശിവപ്രീതി വരുത്തുക, സർപ്പപൂജ നടത്തുക, ഗണപതി പ്രീതി വരുത്തുക, ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. ഇനി കർക്കിടകക്കുറ, പുണർദം, കാല, പൂയം, ആയില്യം ഈ 3 നക്ഷത്രങ്ങളാണ് കർക്കിടകക്കുറയിലുള്ളത്. ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും വളരെ അനുകൂലനായിട്ട് തന്നെ തുടരുന്നു. ധനലാഭം, ബന്ധുസമാഗമം, സർവാഭിഷ്ടലാഭം, അധികാരികൾ മൂലം സന്തോഷമുണ്ടാകുക, പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക, ജോലി സ്ഥലത്ത് സന്തോഷമുണ്ടാകുക, നേട്ടങ്ങളുണ്ടാകുക, അഭിമാനം ഉണ്ടാകുക, ആരോഗ്യമൊക്കെ അനുകൂലമായി വരിക തുടങ്ങിയ ധാരാളം നല്ല കാര്യങ്ങൾ തരുന്നതാണ്. സൂര്യൻ ഈ മാസം മുഴുവനും വളരെ അനുകൂലനായി നിൽക്കുന്നു. പിന്നെ കുജൻ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ഉഷ്ണസംബന്ധമായ രോഗങ്ങളെ, ബലക്ഷയം, അപമാനം തുടങ്ങിയ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഒരു വഴിപാട് യഥാശക്തി എന്തെങ്കിലും ഒരു കടുംപായസമോ കുങ്കുമാർച്ചനയോ രക്തപുഷ്പാഞ്ജലിയോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക, ദോഷം കുറഞ്ഞു കിട്ടും. ഇവിടെ സൂര്യൻ വളരെ നല്ല ഫലം തരുന്നതുകൊണ്ട് കുജൻ ദോഷമൊന്നും ചെയ്യില്ല എന്ന് കരുതണ്ട. ചൊവ്വാഴ്ച ദിവസങ്ങൾ അത് ക്ലേശിപ്പിക്കും. പിന്നെ ബുധൻ 10-ാം തീയതി വരെ അത്ര അനുകൂലൻ അല്ല. മനക്ലേശത്തിന്, അപവാദം കേൾക്കുന്നതിന് അതൊക്കെ സാധ്യത കാണുന്നുണ്ട്. എന്നാൽ 10-ാം തീയതി മുതൽ അങ്ങോട്ട് വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക, ശത്രുപരാജയം ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ ചില അപവാദം കേൾക്കുന്നതിനും സാധ്യതയുണ്ടെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്നും ജപിച്ചു കഴിഞ്ഞാൽ ഈ ദോഷത്തിനും കുറവുണ്ടാകും. പിന്നെ വ്യാഴം 11-ാം ഭാവത്തിലാണ്. വളരെ അനുകൂല ഭാവമാണ് ഈ 11-ാം ഭാവം എന്ന് പറയുന്നത്. പക്ഷേ വ്യാഴത്തിന് വേദദോഷം ഭവിക്കുന്നതിനാൽ വ്യാഴനും 8-ൽ നിന്നാൽ എന്ന പോലെ ഫലം തരികയുള്ളൂ. ദോഷഫലങ്ങളാണ് തരുന്നതിന് സാധ്യത. ധനനാശം, രോഗക്ലേശം, ഭാഗ്യദോഷം, സ്ഥാനഭ്രംശം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ സഹസ്രനാമാർച്ചന, തുളസിമാല, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി ഇതിലേതെങ്കിലും ഒരു വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക, ദോഷം കുറയും.
എന്നാൽ 5-ലോട്ടും 7-ലോട്ടും ഒക്കെ വ്യാഴദൃഷ്ടി വീഴുന്നുണ്ട്. അത് വളരെ നല്ലത് തന്നെയാണ്. സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക, വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അത് നടക്കുന്നതിന് തുടക്കം കുറിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട്. സന്താന ഭാഗ്യത്തിന് ഒക്കെ അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുക, അത് വളരെ നല്ലത് തന്നെയാണ്. ബിസിനസ്സൊക്കെ മെച്ചപ്പെടുന്നതിനും സാധ്യതയുണ്ട്. പിന്നെ ശുക്രൻ 19-ാം തീയതി വരെ അനുകൂലൻ അല്ല. മനക്ലേശത്തിന് സാധ്യതയുണ്ട്. ധനഹാനി, ശത്രുക്ലേശം, സ്ത്രീകളുമായിട്ട് കലഹങ്ങൾ തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുക, ദോഷം കുറയും. എന്നാൽ 19-ാം തീയതി മുതൽ അങ്ങോട്ട് വളരെ അനുകൂലനായിട്ട് തന്നെ സഞ്ചരിക്കുന്നു. ധനലാഭം, കാര്യവിജയം, സുഖപ്രാപ്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി അഷ്ടമശനിയായി തുടരുന്നു. നല്ല ദോഷപ്രദനായിട്ടാണ്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനമോ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയോ ഒക്കെ വഴിപാട് ചെയ്യുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. ഹനുമാൻ ചാലിസ ജപിക്കുന്നതും വളരെ നല്ലതാണ്. അത് ദോഷങ്ങൾ കുറച്ച് കിട്ടും. കേതു ദോഷപ്രദനല്ല, പക്ഷേ രാഹു അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ശിവപ്രീതി വരുത്തുക, സർപ്പപൂജ ചെയ്യുക. അപ്പോൾ രാഹുവിൻ്റെ ദോഷവും കുറഞ്ഞു കിട്ടും. ഇനി ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രം, കാല്, ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങക്കൂറിൽ. ഇവർക്ക് സൂര്യൻ 14-ാം തീയതി വരെ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ധനഹാനി, അനാവശ്യമായ ചിലവുകൾ, രോഗഭയം, മനസ്സമാധാനമില്ലായ്മ, അപമാനം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുക, ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. എന്നാൽ 15-ാം തീയതി മുതൽ സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, ബന്ധു സമാഗമം, സർവാഭിഷ്ട ലാഭം, ഇതൊക്കെ അധികാരികൾ മൂലം സന്തോഷം ഉണ്ടാകുക, ആരോഗ്യമൊക്കെ മെച്ചപ്പെടുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. കാര്യതടസ്സം, സ്ഥാനഭ്രംശം, ധനക്ലേശം, മാനഹാനി, മുറിവൊക്കെ ദേഹത്ത് സംഭവിക്കുക തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക, ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ ബുധൻ അത്ര അനുകൂലനല്ല. മനക്ലേശം, തടസ്സങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദോഷങ്ങൾ കുറയും. പിന്നെ വ്യാഴൻ 10-ാം ഭാവത്തിലാണ്. ഗോചരാലെ 10-ാം ഭാവം അനുകൂലമല്ല എങ്കിലും വ്യാഴത്തിന് വിപരീത വേദം ഭവിക്കയാൽ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. നല്ല നേട്ടങ്ങളൊക്കെ തരുന്നതാണ്. ധനലാഭം, ഗ്രഹലാഭം, ഉയർച്ച, ഭാഗ്യാനുകൂല്യം, എല്ലാ വിധമായ സുഖപ്രാപ്തി, സന്താനങ്ങൾ മൂലമൊക്കെ സന്തോഷം ഉണ്ടാകുക, അപ്രതീക്ഷിത ധനനേട്ടം ഉണ്ടാകുക, ഓഫീസ് കാര്യങ്ങളൊക്കെ അനുകൂലമായി വരിക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശുക്രൻ 19-ാം തീയതി വരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. അപ്പോൾ വസ്ത്ര, ധനാദി ലാഭമൊക്കെ ഉണ്ടാകുക, സർവാഭിഷ്ട ലാഭം ഉണ്ടാകുക, ആരോഗ്യപ്രാപ്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. എന്നാൽ 19-ാം തീയതി മുതൽ അത്ര അനുകൂലനല്ല. ധനക്ലേശം, മാനഹാനി, സ്ത്രീകളുമായിട്ട് കലഹിക്കേണ്ടി വരിക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ദേവി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്, ദോഷം കുറയും. പിന്നെ ശനി കണ്ടകശനിയായിട്ട് തന്നെ തുടരുന്നു. അത് പൊതുവെ അത്ര നല്ലതല്ലാത്തതാണ്. എന്നാൽ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ചെയ്യുക, പക്കപ്പിറന്നാൾ തോറും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക, അപ്പോൾ ദോഷങ്ങൾ കുറയും. രാഹുകേതുക്കളും അത്ര അനുകൂലരല്ലാതെയാണ്. അപ്പോൾ ശിവപ്രീതി വരുത്തുക, ഗണപതി പ്രീതി വരുത്തുക, സർപ്പപൂജ ചെയ്യുക, ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ രാഹുകേതുക്കളുടെ ദോഷവും കുറഞ്ഞു കിട്ടും. ഇനി കന്നിക്കൂറ്. ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര ആദി പകുതി, ഈ 3 നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിൽ. ഇവർക്ക് മാസം മുഴുവനും സൂര്യൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ഉഷ്ണ സംബന്ധമായ രോഗം, ശത്രുക്ലേശം, ധനക്ലേശം, ബന്ധുവിരഹങ്ങൾ, പത്നീകോപം തുടങ്ങിയ ക്ലേശാനുഭവങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ട്.
എന്നും ഓം നമഃശിവായ ജപിക്കുക. അതുപോലെ മഹാദേവന് ധാരയോ ഗോളമാലയോ ഏതെങ്കിലും ഒരു വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക, ദോഷം കുറയും. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ധനനാശം, നേത്ര രോഗം, വീട്ടുകാരുമായി പിണക്കം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. ഭദ്രകാളി ക്ഷേത്രത്തിലെ കടുംപായസമോ കുങ്കുമാർച്ചനയോ ഒരു നെയ്വിളക്കോ മാല ചാർത്തലോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക, ദോഷം കുറയും. ബുധൻ അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. സുഖം, ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ വഴക്കിനൊക്കെ സാധ്യത കാണുന്നു. ശത്രുക്ലേശം ഉണ്ടാകാം, തടസ്സങ്ങൾ തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ്. പിന്നെ വ്യാഴം 9-ാം ഭാവത്തിൽ വളരെ അനുകൂലനായി നിൽക്കുന്നു. ഗ്രഹലാഭം, ഭാഗ്യാനുകൂല്യം, ധനലാഭം, സന്താനങ്ങളെ കൊണ്ട് സന്തോഷം ഉണ്ടാകുക, അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം ഉണ്ടാകുക, എല്ലാ വിധമായ സുഖപ്രാപ്തിയും ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായ തുടക്കം കുറിക്കുന്നതാണ്. സന്താന ഭാഗ്യം, വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് ഇതിനൊക്കെ അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വളരെയേറെ ക്ലേശങ്ങൾ അനുഭവിച്ചതാണ്. അതിനൊക്കെ ഒരു അന്ത്യം കുറിച്ചിട്ടിരിക്കുകയാണ്. അതിന് ഒക്കെ വിപരീതമായിട്ട് അനുകൂലമായ ഭാഗ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത ഒരു വർഷം കൊണ്ട് ലഭിക്കുന്നതാണ്. ഈ മെയ് 1-ാം തീയതി മുതൽ എല്ലാം കൊണ്ടും വളരെ നല്ലത് തന്നെയാണ്. പിന്നെ ശുക്രൻ അനുകൂലനായിട്ട് തന്നെയാണ്. ധനലാഭം, ദുഃഖശാന്തി, സർവാഭിഷ്ടലാഭം, ആരോഗ്യപ്രാപ്തി, വസ്ത്രധനാദിലാഭം, സർവാഭിഷ്ടലാഭം തുടങ്ങിയ എല്ലാ നല്ല ഫലങ്ങളും തരുന്നതാണ്. പിന്നെ ശനി അനുകൂല ഭാവത്തിലാണ് എങ്കിലും ശനിക്ക് വേദദോഷം ഭവിക്കിയാൽ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. പിതാവ് മൂലമോ പിതൃബന്ധുക്കൾ മൂലമോ ഒക്കെ നല്ല ക്ലേശങ്ങൾക്ക്, നല്ല കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ രാഹു കേതുക്കൾ അത്ര നല്ലതല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ശിവപ്രീതി വരുത്തുക, ഗണപതി പ്രീതി വരുത്തുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ്. ഇനി തുലാക്കൂറ്, ചിത്തിര 2-ാം പകുതി, ചോതി, വിശാഖം, മുക്കാല, ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നാണ് തുലാക്കൂറിലെ. ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. വീട്ടുകാരും സ്നേഹിതരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം, ധനക്ലേശം, പത്നി കോപം, പരാജയം, ശത്രുക്ലേശം തുടങ്ങിയ ദോഷപരമായിട്ടുള്ള ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മഹാദേവന് കൂളമാല, ധാര തുടങ്ങിയ വഴിപാടുകൾ ഏതെങ്കിലും ഒരു വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക, ദോഷം കുറയും. പിന്നെ കുജൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് മാസം മുഴുവനും. ധനലാഭം, വസ്ത്രാഭരണാദി ലാഭം, പ്രശസ്തി, ശത്രുനാശം, ആനന്ദം, സർവകാര്യ വിജയം, രോഗമുക്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് കുജൻ. പിന്നെ 10-ാം തീയതി വരെ ബുധൻ അത്ര ദോഷപ്രദൻ അല്ല എങ്കിലും 10-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് ദോഷപ്രദൻ ആയിട്ടാണ് സഞ്ചരിക്കുക. ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ വഴക്കിന് സാധ്യത കാണുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുക, നല്ലതാണ്. പിന്നെ വ്യാഴം ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനക്ലേശം, ഭാഗ്യദോഷങ്ങളെ, കുടുംബക്ലേശങ്ങളെ, സ്ഥാനഭ്രംശങ്ങൾ, രോഗങ്ങൾ ഒക്കെ ഉണ്ടാകുക. പിന്നെ മാതാവിന് വേണ്ടിയിട്ടൊക്കെ അധികമായിട്ടുള്ള ധനച്ചെലവ് ചെയ്യേണ്ടി വരിക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. എന്നാൽ വ്യാഴം അനുകൂലനാണ് ജാതകത്തിലെങ്കിൽ കുടുംബ സ്വത്തൊക്കെ കൈവശം വന്നു ചേരുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അപ്പം എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമാർച്ചന പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്, ദോഷം കുറയും. വീടോ ഭൂമിയോ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങുന്നതിനും ഒരു സാധ്യത ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ശുക്രൻ 19-ാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. സ്ത്രീകൾ മൂലം ക്ലേശങ്ങളെ, നഷ്ടങ്ങളെ, നിത്യവൃത്തിയിൽ ക്ലേശങ്ങളെ, ദുഃഖം തുടങ്ങിയ ക്ലേശാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ദേവി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്, ദോഷം കുറയും. പിന്നെ ശനി അത്ര അനുകൂലനല്ലാതെയാണ്, മനക്ലേശം ഉണ്ടാകാം,
പ്രത്യേകിച്ച് സന്താനങ്ങൾ മൂലമായിട്ട് ധനക്ലേശം, കേസ് വഴക്കുകൾ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം വഴിപാട് നടത്തുന്നത് നല്ലതാണ്, ദോഷം കുറഞ്ഞു കിട്ടും. രാഹു അനുകൂലനാണ്, പക്ഷേ രാഹു നല്ല ധനനേട്ടമോ സുഖമൊക്കെ തരാം. പക്ഷേ കേതു അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. പല തടസ്സങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. മനക്ലേശത്തിനും അധികമായ ചെലവിനുമൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ഗണപതി പ്രീതി വരുത്തുന്നത് നല്ലതാണ്, കേതുവിൻ്റെ ദോഷം കുറഞ്ഞു കിട്ടും. ഇനി വൃശ്ചിക കൂറ്. വിശാഖം, കാലെ, അനിഴം, തൃക്കേട്ട ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികക്കൂറിൽ. ഇവർക്ക് സൂര്യൻ 14-ാം തീയതി വരെ വളരെ അനുകൂലനാണ്. സന്തോഷം, സർവകാര്യ വിജയം, ധനലാഭം, ശത്രുനാശം, ലോക ബഹുമാനം, ജോലി നേട്ടങ്ങൾ, നിത്യ വരുമാനത്തിലൊക്കെ ഒരു ഉയർച്ച തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ 15-ാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ് വരിക. വീട്ടുകാരും സ്നേഹിതരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, ഭാര്യാപുത്രാദികൾക്കൊക്കെ രോഗക്ലേശങ്ങൾ ഉണ്ടാകുക, പരാജയം ഉണ്ടാകുക. അപ്പോൾ മഹാദേവന് ധാരയോ ഗൂളമാലയോ ഏതെങ്കിലും ഒരു വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക, ദോഷങ്ങൾ കുറയും. പിന്നെ കുജൻ അത്ര അനുകൂലനല്ല. ധനനാശം, മനക്ലേശം, പ്രത്യേകിച്ച് സന്താനങ്ങൾ മൂലമായിട്ടൊക്കെ മനക്ലേശത്തിന് സാധ്യത കാണുന്നു. സന്താനങ്ങളും സ്നേഹിതരുമായിട്ടുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക, ദോഷം കുറയും. പിന്നെ ബുധൻ 10-ാം തീയതി വരെ അത്ര അനുകൂലൻ അല്ല. മനക്ലേശം, ഭാര്യാപുത്രാദികൾ കാരണമായിട്ട് മനക്ലേശങ്ങളെ, ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാ പരമായിട്ടും ദോഷപ്രദമാണ്. എന്നാൽ വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കാവുന്ന വരിയിൽ ഈ ദോഷമൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ വ്യാഴൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. നാനാവിധ സുഖങ്ങളെ, സർവകാര്യ വിജയം, അധികാരപ്രാപ്തി, വിവാഹം മുടങ്ങിക്കിടുന്നവർക്ക് അതിന് അനുകൂലമായ തുടക്കം കുറിക്കുക, സന്താന ഭാഗ്യമില്ലാതിരുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുക, സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക, സർവകാര്യ വിജയം ഉണ്ടാകുക, എല്ലാ വിധമായ സുഖപ്രാപ്തി ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ശുക്രൻ മാസം മുഴുവനും ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുക. ശത്രുക്ലേശം ഉണ്ടാകാം, ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം, സന്താനങ്ങൾ മൂലം മനപ്രയാസം, സ്ത്രീകൾ മൂലം ക്ലേശങ്ങളെ, നിത്യവൃത്തിയിലൊക്കെ ചില തടസ്സങ്ങളോ ക്ലേശങ്ങളോ തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ദേവി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ശനി കണ്ടകശനിയായി തുടരുന്നു. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ശനിയുടെ ദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ രാഹു ടെൻഷൻ തരുന്നതിന് സാധ്യതയുണ്ട്. ശിവപൂജ ചെയ്യുക, അത് ദോഷം കുറച്ച് തരും. സർപ്പപൂജ ചെയ്യുന്നതും നല്ലതാണ്. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം, കാല ഈ 3 നക്ഷത്രങ്ങളാണ് ധനുരാശിയിലുള്ളത്. ഇവർക്ക് സൂര്യൻ 14-ാം തീയതി വരെ അത്ര അനുകൂലൻ അല്ലാതെയാണ്. ധനഹാനി, സ്നേഹിതർ മൂലം ക്ലേശങ്ങളെ, ശത്രുഭയം ഉണ്ടാകുക, മനഃശാഞ്ചല്യം ഉണ്ടാകുക, ആരോഗ്യ ക്ലേശങ്ങളുണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പം എന്നും ഓം നമഃശിവായ ജപിച്ച് പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിൽ ധാരയോ ഗോളമാലയോ ഏതെങ്കിലും ഒരു വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക, ദോഷം കുറയും. എന്നാൽ 15-ാം തീയതി മുതൽ അങ്ങോട്ട് സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. സർവകാര്യ വിജയം, ധനലാഭം, ശത്രുനാശം, ലോക ബഹുമാനം, ജോലി ലഭ്യത, സന്തോഷം എല്ലാം പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെയാണ് തരുന്നത്. പിന്നെ കുജൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. സ്ഥാനഭ്രംശം, ധനക്ലേശം, ബന്ധുവിരോധം ഉണ്ടാകുക, രക്തസംബന്ധമായ രോഗങ്ങളെ, പൊതുവെ നല്ലതല്ലാത്ത ഉദരരോഗത്തിനും സാധ്യതയുണ്ട്. നല്ലതല്ലാത്ത അനുഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു കഴിവിനനുസരിച്ചൊരു വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക, ദോഷം മാറും. പിന്നെ 10-ാം തീയതി വരെ ബുധൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, കുടുംബസുഖം, മാതാവ് മൂലം സന്തോഷം ഉണ്ടാകുക, നേട്ടങ്ങൾ ഉണ്ടാകുക തുടങ്ങി വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ 10-ാം തീയതിക്ക് ശേഷം
അത്ര അനുകൂലൻ അല്ലാതെയാണ് മാറുന്നത്. മനക്ലേശം തരും. പ്രത്യേകിച്ച് ഭാര്യാപുത്രാദികൾ മൂലമായിട്ട് മനക്ലേശത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും. പിന്നെ വ്യാഴം ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, വീട്ടിലൊരു മ്ലാനത ഉണ്ടാകുക, ജോലി സ്ഥലത്ത് ഒക്കെ മാറ്റങ്ങളെ, ക്ലേശങ്ങളെ, ശത്രുക്ലേശം ഉണ്ടാകുക, ധനക്ലേശം ഉണ്ടാകുക, ധനമോ സ്വർണമോ ഒക്കെ നഷ്ടമാകുന്നതിനോ മോഷണം പോകുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. വ്യാഴാഴ്ച ദിവസങ്ങൾ യാത്രകളോ പണ ഇടപാടുകളോ പുതിയ കാര്യം തുടങ്ങുന്നതോ ഒന്നും പാടില്ല, മാറ്റിവെക്കുക. എന്നാൽ എന്നും വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ, അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിലെ സഹസ്രനാമ അർച്ചനയൊക്കെ ചെയ്യാവുന്ന വരിൽ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകും ഒരു പരിധിവരെ. പിന്നെ ശുക്രൻ 19-ാം തീയതി വരെ വളരെ അനുകൂലനാണ്. പുത്രസുഖം, കുടുംബസുഖം, സ്ഥാനലാഭം, ധനധാന്യാദി ലാഭം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ 19-ാം തീയതിക്ക് ശേഷം അത്ര അനുകൂലനല്ലാതെയാണ്. ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ തർക്കം ഉണ്ടാകുക, സന്താനങ്ങൾ മൂലമായിട്ടൊക്കെ മനക്ലേശം ഉണ്ടാകുക, ശത്രുക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ദോഷഫലങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ദേവി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ശനി വളരെ അനുകൂലനായിട്ട് സഞ്ചരിക്കുന്നു. സർവകാര്യ വിജയം, സുഖം, ആരോഗ്യം, ധനലാഭം, ഉദ്യോഗലാഭം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ രാഹു കേതുക്കൾ നന്നല്ല. സർപ്പപൂജ ചെയ്യുക, ശിവ പൂജ ചെയ്യുക, ഗണപതി പ്രീതി വരുത്തുക. അപ്പം ദോഷങ്ങൾ കുറയും. ഇനി മകരക്കൂറ്, ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടപ്പകുതി, ഈ 3 നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. ഇവർക്ക് സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ശരീരക്ലേശം, യാത്രാക്ലേശം, ഗ്രഹകലഹം, ധനഹാനി, സ്നേഹിതരെ കൊണ്ട്, സ്ത്രീകളെ കൊണ്ടൊക്കെ ആയിട്ട് ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെയാണ് സാധ്യത കാണുന്നത്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ ധാരയോ കൂവളമാല ചാർത്തലോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഓം നമഃ ശിവായ 108 പ്രാവശ്യം വീതമെങ്കിലും ജപിക്കുന്നത് നല്ലതാണ്, കാലത്തും വൈകിട്ടും. ക്ലേശങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും. പിന്നെ കുജൻ മാസം മുഴുവനും വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, സുഖം, ശത്രുനാശം, ആഭരണാദി ലാഭം, നല്ല ആഹാരം ലഭിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ബുധൻ 10-ാം തീയതി വരെ അനുകൂലനല്ലാതെയാണ്. എന്നാൽ 10-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് അനുകൂലനാണ്. ധനലാഭം, കുടുംബസുഖം, മാതാവ് മൂലം നേട്ടം ഉണ്ടാകുക, സന്തോഷം ഉണ്ടാകുക, മനസ്സമാധാനം ഉണ്ടാകുക, ഇതിനൊക്കെ നല്ല സാധ്യതയുണ്ട്. പിന്നെ വ്യാഴം 19-ാം തീയതി വരെ വ്യാഴത്തിന് വേദം ഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ അത്ര നല്ലതല്ലാതെയാണ് സഞ്ചരിക്കുക. ഫലം തരിക. ധനനാശം, സമാധാനക്കുറവ്, അപമാനം സഹിക്കേണ്ടി വരിക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, സഹസ്രനാമാർച്ചന ചെയ്യുക, വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ദോഷം കുറയും. എന്നാൽ 19-ാം തീയതിക്ക് ശേഷം ഈ വേദദോഷം മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ വ്യാഴം വളരെ അനുകൂലനായിട്ട് അനുഗ്രഹിക്കുന്നതാണ്. നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. ധനാഗമം ഉണ്ടാകുക, സുഖം ഉണ്ടാകുക, സർവകാര്യ വിജയം ഉണ്ടാകുക, ബന്ധുക്കൾ മൂലമൊക്കെ നേട്ടങ്ങൾ, സന്തോഷം, സന്താനഭാഗ്യം ഉണ്ടാകുക, സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക, വളരെ നേട്ടങ്ങൾ, വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുക, സർക്കാർ ആനുകൂല്യം ലഭിക്കുക, സ്ഥാനമാന ലാഭം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. പിന്നെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനും ഒരു അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ്. പിന്നെ ശുക്രൻ മാസം മുഴുവനും അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, കുടുംബസുഖം, സ്നേഹിതർ മൂലം നേട്ടങ്ങളെ, എല്ലാവിധമായ സുഖപ്രാപ്തി, തൊഴിലിലൊരു ഉയർച്ച, ധനധാന്യാദി ലാഭം, സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക, വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ്, വിദ്യയ്ക്കൊക്കെ. പിന്നെ അതുപോലെ പൊതുവേ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്, മനസ്സമാധാനം ഉണ്ടാകുന്നതാണ്. ശനി 7.5 ശനിയായി തുടരുന്നു. അനാവശ്യമായിട്ടുള്ള വഴക്ക്, ബന്ധുവിരോധം, വാക്കുകൾ ദോഷമായിട്ട് ഭവിക്കുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, എള്ളുകിഴി തുടങ്ങിയ വഴിപാടുകൾ നടത്തുക, ദോഷം കുറയും. പിന്നെ രാഹു അനുകൂലനാണ്. ധനനേട്ടം, സുഖം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്.
എന്നാൽ കേതു അത്ര അനുകൂലനല്ല. പാപബുദ്ധി തോന്നിക്കുക, പിതാവ് മൂലം മനക്ലേശം ഉണ്ടാകുക, ഭാഗ്യദോഷം ഉണ്ടാകുക, അതിനൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ ഈ കേതുവിൻ്റെ ദോഷം കുറയുന്നതാണ്. ഇനി കുംഭക്കൂറ്, അവിട്ടം രണ്ടാം പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാലി 3 നക്ഷത്രങ്ങളാണ്. ഇവർക്ക് സൂര്യൻ 14-ാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. രോഗമുക്തി, മനസുഖം, മിത്രസ്നേഹം, ശത്രുപരാജയം, ധനലാഭം, സ്ഥാനമാന ലാഭം, ഉദ്യോഗലബ്ധി, ഭാഗ്യാനുകൂല്യം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. എന്നാൽ 15-ാം തീയതി മുതൽ സൂര്യൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. മനക്ലേശം, യാത്രാക്ലേശം, ഗ്രഹകലകം, സ്ത്രീകളെ കൊണ്ട് ക്ലേശങ്ങൾ, രോഗസാധ്യത തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ മഹാദേവന് കൂളത്തിൻ്റെ ഇല കൊണ്ടൊരു മാല ചാർത്തുക, ധാര വഴിപാട് നടത്തുക, ഇതിലേതെങ്കിലും ഒരു വഴിപാട് ചെയ്താലും മതി. ഓം നമഃ ശിവായ ജപിക്കുക. അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ബലക്ഷയം, മനസ്സമാധാനമില്ലായ്ക, കാര്യപരാജയം ഉണ്ടാകുക, കടുത്ത വാക്കുകൾ മൂലം നഷ്ടവും ക്ലേശവും ഒക്കെ ഉണ്ടാകുക, ധനക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക, ദോഷം കുറയും. പിന്നെ ബുധൻ 10-ാം തീയതി വരെ വളരെ അനുകൂലനാണ്. സന്തോഷം, ധനനേട്ടം, ആഭരണാദിൽ ഒക്കെ ലഭിക്കുക, സജ്ജനങ്ങളുമായിട്ടൊക്കെ ഇടപെടുക, സജ്ജന സംസർഗം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. എന്നാൽ 10-ാം തീയതിക്ക് ശേഷം ബുധൻ അനുകൂലനല്ലാതെയായിട്ട് മാറുന്നതാണ്. ശത്രുക്ലേശം, ബന്ധുക്കളുമായിട്ട് വഴക്ക് തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദോഷങ്ങൾ കുറയും. വ്യാഴം പിന്നെ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ധനനാശം, സമാധാനക്കുറവ്, വീട് വിട്ടുപോകേണ്ടി വരിക, ബന്ധുക്കൾ മൂലം മനക്ലേശം ഉണ്ടാകുക, ചില അപമാനമൊക്കെ സഹിക്കേണ്ടി വരിക, അങ്ങനെയുള്ള ദോഷാനുഭവങ്ങൾക്കൊക്കെയാണ് സാധ്യത കാണുന്നത്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, സഹസ്രനാമം അർച്ചന ചെയ്യുക ഒക്കെ ആയിക്കഴിഞ്ഞാൽ ദോഷങ്ങൾ കുറയും. പിന്നെ ശുക്രൻ 13-ാം തീയതി വരെ അനുകൂലനല്ലാതെയാണ്. നിത്യവൃത്തിയിലൊക്കെ ക്ലേശങ്ങൾക്ക് സാധ്യത ഉണ്ട്. ശത്രുക്ലേശം, ധനനഷ്ടം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു. ദേവീപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ 19-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് വളരെ അനുകൂലനാണ്. ധനലാഭം, കുടുംബസുഖം, സ്നേഹിതർ മൂലം സന്തോഷം, നേട്ടങ്ങൾ തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി ജന്മശനിയായിട്ട് തുടരുന്നു. വളരെ ഏറെ ക്ലേശപ്രദമാണ് ഈ ജന്മശനിയുടെ സമയം. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനോ എള്ളുകിഴിയോ വഴിപാട് ചെയ്യുക, ഹനുമാൻ സ്വാമിക്ക് വെറ്റില മാല ചാർത്തുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ രാഹുകേതുക്കളും അനുകൂലരല്ല. അപ്പോൾ ശിവപ്രീതി വരുത്തുക, സർപ്പപൂജ ചെയ്യുക, ഗണപതി പ്രീതി വരുത്തുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ രാഹുകേതുക്കളുടെ ദോഷം കുറഞ്ഞു കിട്ടും. ഇനി മീനക്കൂറ്, പൂരിട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി ഈ 3 നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ 14-ാം തീയതി വരെ അനുകൂലനല്ലാതെയാണ്. മനക്ലേശം, ധനക്ലേശം, കൃഷി, വ്യാപാരം ഇതിലൊക്കെ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. നല്ലവരല്ലാത്തവരുമായിട്ട് ചില കൂട്ടുകെട്ട് മൂലം ക്ലേശങ്ങളുണ്ടാകുക, വാക്ക് കൊണ്ടുള്ള ദോഷങ്ങൾ, ക്ലേശങ്ങളുണ്ടാകുക, ചതിവ് പറ്റൽ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. എന്നാൽ 15-ാം തീയതി മുതൽ സൂര്യൻ വളരെ അനുകൂലനാണ്. ഈ ദോഷ സമയത്ത് ശിവപ്രീതി വരുത്തി കഴിഞ്ഞാൽ ദോഷങ്ങൾ കുറവുണ്ടാകും. മഹാദേവനൊരു ധാര നടത്തിയാൽ മതി. എന്നാൽ 15-ാം തീയതി മുതൽ അങ്ങോട്ട് നല്ല മനസുഖം, രോഗമുക്തി, ധനലാഭം, ശത്രുപരാജയം, മിത്രങ്ങൾ മൂലം നേട്ടം ഉണ്ടാകുക, സ്ഥാനമാന ലാഭം ഉണ്ടാകുക, ലോക ബഹുമാനം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ഭാര്യയുമായോ വീട്ടുകാരുമായോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, ദുർജനങ്ങളുടെ ഉപദ്രവം ഉണ്ടാകുക, രക്തസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകുക, മുറിവുകളൊക്കെ ഉണ്ടാകുക, മുറിവിന് വ്രണങ്ങളൊക്കെ ദേഹത്തുണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക, ദോഷം കുറയും. പിന്നെ ബുധൻ 10-ാം തീയതി വരെ അനുകൂലനല്ല. ധനനാശം, ബന്ധുക്കളുമായിട്ട് വിരോധം ഉണ്ടാകുക, വഴക്ക്, ദുഷ്ടജന സംസർഗം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു.
എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദോഷം കുറയും. എന്നാൽ 10-ാം തീയതി മുതൽ ബുധൻ വളരെ അനുകൂലനായിട്ടാണ്. സന്തോഷം, ധനനേട്ടം, രത്നാഭരണാദി നേട്ടം, സജ്ജന സംസർഗം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ വ്യാഴം അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. തൊഴിലിലൊക്കെ ക്ലേശങ്ങളുണ്ടാകാം, പിതൃക്ലേശം ഉണ്ടാകാം, രോഗമോ സ്ഥാനഭ്രംശമോ തടസ്സങ്ങളോ ബന്ധുക്കളുമായിട്ട് സ്നേഹിതരുമായിട്ടും ഒക്കെ ചില വഴക്ക് തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമം അർച്ചന ചെയ്യുക. അപ്പോൾ ദോഷങ്ങൾ കുറയും. പിന്നെ ശുക്രൻ 19-ാം തീയതി വരെ അനുകൂലനായിട്ട് തന്നെയാണ് സഞ്ചരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള ധനലാഭം, ലോക ബഹുമാനം, എല്ലാവിധമായ ധനപ്രാപ്തി, എല്ലാവിധമായ സുഖപ്രാപ്തി, വസ്ത്രാഭരണാദി ലാഭം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ 19-ാം തീയതിക്ക് ശേഷം അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെ വരും. ശത്രുക്ലേശം ഉണ്ടാകാം, വ്യവസായത്തിലൊക്കെ നഷ്ടം ഉണ്ടാകാം, ധനക്ലേശം ഉണ്ടാകാം, നിത്യവൃത്തിയിൽ ചില ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷഫലങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ ദേവീപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ രാഹു കേതുക്കൾ വളരെ ദോഷമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ശിവപ്രീതി വരുത്തുക, സർപ്പപൂജ ചെയ്യുക, പിന്നെ ഗണപതി പ്രീതി വരുത്തുക. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു, ശുഭമസ്തു. ഓ